ഇത് നമുക്ക് സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയൊരു സംഭവം. സ്ക്രാപ്പിനകത്ത് കിട്ടിയത് മൊത്തം തുരുപ്പും കാര്യങ്ങളൊക്കെയാണ്, ഡാമേജ് ഫുള്ളും. അപ്പോൾ ഇവനെ ഒന്ന് പണിഞ്ഞെടുക്കണം. സബ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത് വോയിസ് കോയിലും അതിൻ്റെ സ്പൈഡറും കൂടെ വരുന്ന പാർട്ടാണ്. ഇതെല്ലാം പഴയ സബിൽ നിന്ന് ഊരിയെടുത്തതാണ്. വലിയ കംപ്ലൈൻറ്റ് ഇല്ലാത്തതിനെ കൊണ്ട് ഇതന്നെ യൂസ് ചെയ്യാം. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സമയത്ത് ഇതൊന്നും കിട്ടാൻ പാടാം. ചില ഷോപ്പിലേക്ക് ഒന്നും തരത്തില്ല, അവിടെ തന്നെ വൈൻഡ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഇത് പഴയ സബ് തന്നെ ഇട്ടുന്നതാണ്. ഇത് ഒട്ടിച്ചേക്ക് എടുത്തിരിക്കുകയാണ്. സറൗണ്ടിൻ്റെ പേപ്പർ ഫുള്ളായിട്ട് മാറ്റി സറൗണ്ടിൻ്റെ പേപ്പർ ഇട്ടിരിക്കുക. കോണിനകത്താണ് പൊട്ടുള്ളത്. കുഴപ്പമില്ല, വർക്ക് ചെയ്യും. ഇത് ഹെവി ബണ്ടെന്ന് പറഞ്ഞ ഗ്ലൂവാണ്. നോർമലി സപ്പും സ്പീക്കറൊക്കെ വൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഗ്ലൂവാണ്. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ പഴയത് ക്ലീൻ ചെയ്ത് ടേപ്പ് ഇട്ടിരിക്കുക, പൊടിയൊന്നും കയറാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ലീഡ് വേറെ കൊടുക്കാനുള്ള കണക്ഷയില്ല. അപ്പോൾ നമ്മൾ പഴയ സബിൽ നിന്ന് തന്നെ ഊരിയെടുത്തിട്ട് അത് ഇതിൽ വെച്ച് മുറുക്കണം. ഇതാണ് ലീഡ് കയറും. അതപ്പോൾ ഊരിയെടുത്തിട്ടുണ്ട്. ഇതിലൊരു ചെറിയ നട്ടും ബോൾട്ടും വെച്ച് ടൈറ്റ് ചെയ്യണം. അഥവാ ടൈറ്റ് ആയിട്ടില്ലെങ്കിൽ ഗ്ലൂ എല്ലാം വെച്ച് ഒട്ടിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ എന്തായാലും ഇത് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും ചെറുതായിട്ട് ലൂസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഗ്ലൂ ഒക്കെ വെച്ചിട്ട് ഒട്ടിച്ച് സെറ്റപ്പ് ആക്കുന്നത്. ഇത് നമ്മൾ LCD ബോർഡിനകത്ത് LCD പാനലിൻ്റെ ബാക്കിൽ വരുന്ന ഒരു സ്ക്രീൻ ഗാർഡിനകത്ത് ലൈറ്റാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ വോയിസ് കോയിലിനകത്ത് ഇറക്കണം. പക്ഷേ വോയിസ് കോയിൽ ഫ്രെയിമിൽ തട്ടാതെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത്. കറക്റ്റ് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് വോയിസ് കോയിലിനകത്ത് വെച്ചിട്ട് മാനിൻ്റെ അത്ര ഇറക്കി വയ്ക്കും. ഇത് കണക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഒരുപാട് ടൈറ്റ് ആയാലും പിന്നെ നമുക്ക് ഇത് ഇളക്കിയെടുക്കാൻ പാടായിരിക്കും. ഇത് കറക്റ്റ് സെൻറ്റർ ചെയ്യാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ഒരു കട്ട് ചെയ്തൊരു പീസാണ് വയ്ക്കുന്നത്. ഈ ഇറക്കി വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കോയിലിൻ്റെ രണ്ട് എഡ്ജ്, ഇപ്പോൾ നമ്മൾ സപ്ലൈ കൊടുക്കുന്ന എഡ്ജ് ആ ലീഡ് വയറിൻ്റെ കണക്ഷൻ വരുന്ന ഡയറക്ഷനിലേ വയ്ക്കാവൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ ചിലപ്പം ഈ ലീഡ് വയർ തമ്മിൽ തട്ടും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടേ വയ്ക്കാവൂ. കറക്റ്റ് സൂട്ട് ചെയ്തിട്ട് ഒട്ടിച്ചാൽ മതി. ഇപ്പം ഒരുവിധം ടൈറ്റാണ്, കുഴപ്പമില്ല. ഇപ്പോൾ കറക്റ്റ് സെൻറ്ററായിട്ട് കിട്ടും. കുറച്ച് വീഡിയോ സ്പീഡിലാണ് അടിച്ചുള്ള കുറച്ച് ടൈം എടുത്തായിരുന്നു ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ഗ്ലൂ ഒക്കെ തേച്ച് സ്പൈഡറിലെല്ലാം ഗ്ലൂ തേച്ച് ഒട്ടിച്ചിട്ട് കുറച്ച് ടൈം എടുക്കും ഉണങ്ങാൻ. അപ്പോൾ അത്ര ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് വീഡിയോ.
ഒട്ടിക്കുന്നതിന് ഒരു പ്രത്യേകം ശ്രദ്ധിച്ചോണം. ലീഡ് വയറിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ട എഡ്ജ്, ഈ കോയിലിൻ്റെ 2 എഡ്ജ്, അത് രണ്ടും ആ ലീഡ് വയർ കൊടുക്കുന്നതിന് സ്ട്രെയിറ്റ് ആയിരിക്കണം. കറങ്ങി അപ്പുറം വന്നാലും കണക്ഷൻ കൊടുക്കാൻ പറ്റത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ഒട്ടിക്കാൻ. ഇതിപ്പോൾ ഫെവി ബോണ്ടാനെ കൊണ്ട് കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റും. അടുത്തതിന് മേളത്തെ പേപ്പർ ഒട്ടിക്കാം. നമുക്ക് മേളത്തെ പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരുവിധം പണി തീർന്നു. പിന്നെ ലീഡ് വയർ കണക്ഷൻ കൊടുക്കേണ്ട പാട് മാത്രമേ ഉള്ളൂ. അപ്പം മേളത്തെ പേപ്പർ ഒട്ടിക്കുമ്പോൾ നോക്കി വേണം ഒട്ടിക്കാൻ. ഇപ്പം നമ്മൾ പഴയ ഇളക്കിയെടുത്തതിനെ കൊണ്ട് വോയിസ് കോയിലും പേപ്പർ നമ്മൾ ഡിഫറൻസ് ഗ്യാപ്പ് കാണിക്കും ചെറിയ. ഇതും ശ്രദ്ധിച്ചാണ് ഒട്ടിക്കാൻ. കാരണം വോയിസ് കോയിൽ അതിൻ്റെ ലീഡ് വയർ കൊടുക്കാനുള്ള ഹോള് കറക്റ്റായിട്ട് നോക്കിക്കണം. ഇത് പെട്ടെന്ന് ഒട്ടും, ഫെവി ബോണ്ടാനെ കൊണ്ട് പെട്ടെന്ന് ഒട്ടും. ഇത് ഉണങ്ങാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഒരു 10-15 മിനിറ്റത്തെ കേസേ ഉള്ളൂ. 10 മിനിറ്റ് വെയിറ്റ് ചെയ്താണ് ഞാൻ ഒട്ടിക്കുന്നത്. ഇത് പ്രസ് ചെയ്തിട്ട് മേളിലൊരു വെയിറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും. എന്തായാലും പേപ്പർ ഒട്ടിട്ടുണ്ടെങ്കിൽ നടുക്ക് വോയിസ് കോയിൽ ഒട്ടിച്ചെടുക്കണം. ഈ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് ചെറിയ ഗ്യാപ്പ് വീണു. വോയിസ് കോയിൽ ഒരുപാട് താഴെ ആയിപ്പോയി. ഇപ്പോൾ ഒട്ടിച്ചിരിക്കുന്ന സറൗണ്ട് പേപ്പറിന് ഹൈറ്റ് കൂടുതലാണ്. അപ്പം പേപ്പർ കുറച്ച് മേപ്പോട്ട് പൊങ്ങിയിരിക്കും. ഇതാണ് ലീഡ് വയർ കൊടുത്തിട്ട് ഇനി വോയിസ് കോയിലുമായിട്ട് കണക്ട് ചെയ്യണം. അത് ഇച്ചിരി സമയം പോകും. കറക്റ്റ് ഹോളിൽ കൂടെ എടുത്ത് വെളിയിലെടുത്ത് ഒട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി സമയം പോകുന്ന പരിപാടിയാണ്. അതിനെക്കൊണ്ട് വീഡിയോ ഞാൻ കുറച്ച് സ്പീഡിലാണ് അടിച്ച് കളയുന്നത്. ഈ ലീഡ് വയർ ഒട്ടിക്കാൻ ഇച്ചിരി പാടാണ്. അത് ഞാൻ അതിന് സ്ക്രൂ ഊരിയിട്ടാണ് ഒട്ടിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിന് നടുക്കുള്ള നമ്മൾ സേഫ്റ്റിക്ക് വെച്ചിരുന്ന ആ എക്സ്റേയുടെ പേപ്പർ കോയിൽ അനങ്ങായിരിക്കണം. അത് ഊരി മാറ്റിയിട്ട് വേണം ടെസ്റ്റ് ചെയ്യാൻ പൊട്ടിക്കാൻ. അത് മറന്നു പോയി കഴിഞ്ഞാൽ പണിയാൻ. വോയിസ് കോയിൽ അങ്ങോട്ട് അനങ്ങരുത്. അതായത് ഡസ്റ്റ് ക്യാപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ, ഡസ്റ്റ് ക്യാപ്പ് ഒട്ടിക്കാന്ന് പറഞ്ഞാൽ അകത്ത് പൊടിയൊന്നും കയറാതിരിക്കാൻ വേണ്ടിയാണ്. വോയിസ് കോയിലിനിടയ്ക്ക് പൊടി കയറി കഴിഞ്ഞാൽ ഒരു പതറലുണ്ടാവും. അത് വരാതിരിക്കാൻ വേണ്ടി ഡസ്റ്റ് ക്യാപ്പ് പൊട്ടിക്കുന്നത്. ഇപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം എന്തായാലും ഉണങ്ങിയിട്ടുണ്ട്. അപ്പം ടെർമിനലും നല്ല ടൈറ്റ് ചെയ്ത് .7 ബാറ്ററി, റീചാർജബിൾ ബാറ്ററിയാണ്. വെറുതെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്. സബ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി മാത്രം. സബ് വർക്ക് ചെയ്യുന്നുണ്ട്.